2025 ഏപ്രിൽ മാസത്തെ 100 തിരഞ്ഞെടുത്ത കറണ്ട് അഫയർ ചോദ്യങ്ങൾ. മ്യാൻമാറിൽ ഭൂകമ്പാനന്തരം 2025 ഏപ്രിലിൽ ഇന്ത്യ നടത്തിയ അടിയന്തര സേവനം. ഓപ്പറേഷൻ ബ്രഹ്മ. 1990-91 മുതൽ 2022-23 വരെയുള്ള 30 വർഷക്കാലത്തെ സാമൂഹിക സാമ്പത്തിക വിവരങ്ങളുടെ സമഗ്ര ശേഖരം നീതി NCAER സ്റ്റേറ്റ് എക്കണോമിക് ഫോറം ഉദ്ഘാടനം ചെയ്തതാര്? കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമൻ. 34ാം സരസ്വതി സമ്മാനം ലഭിച്ചത് ആർക്ക്? സാധു ഭദ്രേഷ് ദാസ്. മിയാമി ഓപ്പൺ 2025 മെൻ സിംഗിൾ നേടിയത് ആരാണ്? ജാക്കബ് മെൻസിക്. ദീനനാഥ് മങ്കേഷ്കർ അവാർഡ് 2025 ലഭിച്ചത് ആർക്ക്? കുമാർ മംഗളം വർമ്മ. ഇന്ത്യയും റഷ്യയും ചേർന്നുള്ള 44ാം നാവികാഭ്യാസമായ ഇന്ദ്ര 2025 വേദി എവിടെയായിരുന്നു? ചെന്നൈ. പട്ടികജാതി ഉപവിഭാഗീകരണം പൂർത്തിയാക്കിയ ആദ്യ സംസ്ഥാനം ഏത്? തെലങ്കാന. ചീറ്റകളുടെ മെറ്റാ പോപ്പുലേഷൻ പ്രൊജക്ടിന്റെ ഭാഗമായി മധ്യപ്രദേശിലെ ഗാന്ധി സാഗറിലേക്ക് ചീറ്റകളെ കൊണ്ടുവരുന്നത് എവിടെ നിന്ന്? കുന്നോ നാഷണൽ പാർക്ക്, മധ്യപ്രദേശ്. ബീഹാറിൽ നടന്ന ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം എന്താണ്? ഗജസിംഹ്. നാസയുടെ ഫ്രാം 2 ദൗത്യം മനുഷ്യരെ ആദ്യമായി ധ്രുവ ഭ്രമണപഥത്തിൽ അഥവാ പോളാർ ഓർബിറ്റിൽ എത്തിച്ചു. ഇതുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റിയത്. ദൗത്യത്തിനായി സ്പേസ് എക്സിന്റെ ക്രൂ ഡ്രാഗൺ ക്യാപ്സൂൾ റെസിലിയൻസ് ബഹിരാകാശ പേടകമായി ഉപയോഗിച്ചു. ഈ പേടകത്തിന്റെ 3ാം ദൗത്യമായിരുന്നു ഫ്രാം 2. ഫ്രാം 2വിലൂടെ 4 ബഹിരാകാശ സഞ്ചാരികൾ പോളാർ ഓർബിറ്റിൽ ആദ്യമായി എത്തി. മേൽപ്പറഞ്ഞ എല്ലാ പ്രസ്താവനകളും തെറ്റാണ്. ആൻസർ ഓപ്ഷൻ ഡി. മേൽപ്പറഞ്ഞ എല്ലാ പ്രസ്താവനകളും തെറ്റ്. ചോദ്യത്തിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്തുന്നതിനാണ് പറഞ്ഞിരിക്കുന്നത്. A, B, C എന്ന സ്റ്റേറ്റ്മെന്റുകൾ ശരിയായതിനാൽ ആൻസർ ഡി. പ്രസ്താവനകൾ പരിശോധിക്കുക. 50 വർഷത്തെ ദീർഘകാല സേവനത്തിന് ശേഷം WEFന്റെ ചെയർമാൻ സ്ഥാനമൊഴിഞ്ഞ വ്യക്തിയാണ് ക്ലാസ് ഷോബ്. WEF 1973 സ്ഥാപിക്കപ്പെട്ടു. ക്ലാസ് ഷോബ് ആണ് WEFന്റെ സ്ഥാപകൻ. ആൻസർ ഓപ്ഷൻ ബി. 2 തെറ്റ് 1 3 ശരി. 1971 സ്ഥാപിക്കപ്പെട്ടു. ശരിയായ ഉത്തരം കണ്ടെത്തുക. സിംല കരാർ 1972 ജൂലൈ 2, സിന്ധു നദീജല കരാർ 1966 സെപ്റ്റംബർ 9. ആൻസർ ഓപ്ഷൻ എ. 1 ശരി 2 തെറ്റ്. ഷാജി എൻ കരുണുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിക്കുക. ചലച്ചിത്ര അക്കാദമിയുടെ ആദ്യ ചെയർമാൻ. 2011 പത്മശ്രീയും 2021 JC ഡാനിയൽ പുരസ്കാരവും ലഭിച്ചു. ആൻസർ ഓപ്ഷൻ ഡി. എല്ലാം ശരി. കറണ്ട് അഫേഴ്സിൻ്റെ തുടർന്നുള്ള വീഡിയോസിൽ ഇതുപോലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ആവശ്യമെങ്കിൽ കമൻറ്റ് രേഖപ്പെടുത്തുക. വടക്ക് കിഴക്കൻ ഇന്ത്യയിലും പശ്ചിമഘട്ടത്തിലുമായി കണ്ടെത്തിയ പുതിയ ജീവിവർഗം. 6 ഇനം സ്കറാബ് വണ്ടുകൾ. ലോക കലാദിനം ഏപ്രിൽ 15 ആരുടെ ജന്മദിനമാണ്? ലിയനാർഡോ ഡാവിഞ്ചി. IWLF അത്ലറ്റ്സ് കമ്മീഷന്റെ ചെയർപേഴ്സണായി ചുമതലയേറ്റത് ആര്? മീരാഭായ് ചാനു. സ്ത്രീകൾ മാത്രമുള്ള ബ്ലൂ ഒറിജിൻ എന്ന ബഹിരാകാശ യാത്രയുടെ സമയദൈർഘ്യം 10 മിനിറ്റ്. ഇന്ത്യയുടെ 52ാം ചീഫ് ജസ്റ്റിസ് ആര്? BR ഗവായ്. 2025 ഏപ്രിൽ 15 നടന്ന പ്രതിരോധ സാഹിത്യോത്സവം. കലാം കവച് 2. 2025 ഏപ്രിലിൽ GI ടാഗ് ലഭിച്ച ബനാറസ് ഷെഹനായിയുടെ ഉദ്ഭവം എവിടെയാണ്? വാരണാസി. 2025 മെയ് 19 പാൻഡമിക് ഉടമ്പടി അവതരിപ്പിക്കുന്ന വേദി. 78ാമത് ലോകാരോഗ്യ അസംബ്ലി.
പൂനെയിൽ വെച്ച് നടന്ന ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ സൈനികാഭ്യാസത്തിൻ്റെ പേര്? ഡസ്റ്റ് ലേക്ക് 6. ലിയോൺ ആസ്ഥാനമായ ഇന്റർപോളിൻ്റെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്ത രാജ്യം? UAE. IIT ബോംബെയുമായി സഹകരിച്ച് KSEB ഉപയോഗിക്കാൻ പോകുന്ന സാങ്കേതിക വിദ്യ ഏത്? V2G വെഹിക്കിൾ ടു ഗ്രിഡ്. യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദി വേൾഡിൽ ഇടം നേടിയ പൗരാണിക കൃതികൾ? ഭഗവത്ഗീത, നാട്യശാസ്ത്രം. യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദി വേൾഡിൽ 570 ഡോക്യുമെന്റ്സിൽ ഇന്ത്യയിൽ നിന്ന് എത്ര എണ്ണം? 14. ഇന്ത്യയിലെ ആദ്യത്തേതും ആഗോളതലത്തിൽ 17ാമത്തേതുമായ ബയോളജിക്കൽ അത്ലറ്റ് പാസ്പോർട്ട് മാനേജ്മെന്റ് യൂണിറ്റ് എവിടെ? ഡൽഹിയിൽ. അംബേദ്കറുടെ 135ാം ജന്മവാർഷിക ദിനമായ 2025 ഏപ്രിൽ 14 അംബേദ്കർ ദിനമായി പ്രഖ്യാപിച്ച വിദേശ നഗരം ഏത്? ന്യൂയോർക്ക്. 2025 ഏപ്രിൽ 19 ലോക കരൾ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? ഭക്ഷണമാണ് ഔഷധം. നാസയും ഇസ്രോയും ഒന്നിക്കുന്ന ആദ്യ സഹകരണ ഭൗമ നിരീക്ഷണ ഉപഗ്രഹ ദൗത്യം? നിസാർ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കമ്മീഷൻ ചെയ്യുന്നത് ആരാണ്? നരേന്ദ്ര മോദി. 2025 50ാം വാർഷികം ആഘോഷിക്കുന്ന ആദ്യ ഇന്ത്യൻ നിർമ്മിത ഉപഗ്രഹമേത്? ആര്യഭട്ട. കരൾ രോഗത്തെ നേരിടാൻ ലക്ഷ്യമിട്ടുള്ള ഇന്ത്യയുടെ ആദ്യ രാജ്യവ്യാപക സംരംഭം എന്താണ്? ഹീൽഡ്. അടുത്തിടെ ജനാധിപത്യ ശക്തികൾക്കെതിരായ ആണവ മിസൈൽ എന്ന് വിമർശിക്കപ്പെട്ട ഭരണഘടനാ വകുപ്പ് ഏതാണ്? 142ാം വകുപ്പ്. ഇന്ത്യൻ ഓഷ്യൻ ഷിപ്പ് സാഗർ മിഷന്റെ ഭാഗമായി മൊസാംബിക്കിൽ നങ്കൂരമിട്ട ഇന്ത്യൻ നാവികസേനയുടെ കപ്പലേത്? INS സുനൈന. നാഷണൽ സിവിൽ സർവീസ് ദിനം എന്ന്? ഏപ്രിൽ 21. സംസ്കാരത്തെക്കുറിച്ചുള്ള പ്രധാനമന്ത്രിയുടെ പ്രസംഗങ്ങളുടെ സമാഹാരം? സംസ്കൃതി കാ 5വാ അധ്യായ്. പൂർണ്ണമായും പുനരുപയോഗോർജ്ജം കൊണ്ട് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ നഗരമാകാൻ പോകുന്ന സ്ഥലമേത്? അമരാവതി. ആന്ധ്രയുടെ ആസൂത്രിത തലസ്ഥാനം എന്നറിയപ്പെടുന്നത്? അമരാവതി. നഗരപ്രദേശങ്ങളിലെ വന്യജീവി സംരക്ഷണത്തിൻ്റെ ഭാഗമായി സംരക്ഷണ കേന്ദ്രമായി പ്രഖ്യാപിച്ച തണ്ണീർത്തടം ഏത്? ഫ്ലെമിംഗോ. 2025 വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദി ഇയർ ആരുടെ ചിത്രമാണ്? സമർ അബു എലൂഫ്. സമർ അബു എലൂഫ് പകർത്തിയത് ഏതു ബാലൻ്റെ ചിത്രമാണ്? ഇസ്രയേൽ ആക്രമണത്തിൽ കൈകൾ നഷ്ടപ്പെട്ട മഹ്മൂദ് അജ്ജോർ എന്ന ബാലൻ. ചെറുജീവികളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന തന്മാത്രകളുടെ സാന്നിധ്യം കണ്ടെത്തിയ ഗ്രഹം ഏത്? K2-18b. 2025 ഏപ്രിലിൽ ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആര്? JD വാൻസ്. 1970 മുതൽ ആചരിക്കുന്ന ഏപ്രിൽ 22 ലോക ഭൗമ ദിനത്തിൻ്റെ 2025 പ്രമേയം എന്താണ്? അവർ പവർ അവർ പ്ലാനറ്റ്. നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹം. 23ാം നിയമ കമ്മീഷന്റെ ചെയർപേഴ്സൺ? ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി. പൊതുഭരണത്തിലെ മികവിനുള്ള പ്രധാനമന്ത്രിയുടെ അവാർഡ് 2024 ലഭിച്ചത്? പോഷൻ ട്രാക്കർ ആപ്ലിക്കേഷൻ. ലോറസ് വേൾഡ് കായിക അവാർഡ് 2025 സ്പോർട്സ്മാൻ ഓഫ് ദി ഇയർ ആരാണ്? മോണ്ടോ ഡ്യൂപ്ലൻറ്റിസ്. ലോറസ് വേൾഡ് കായിക അവാർഡ് 2025 സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ? സിമോൺ ബൈൽസ്. മൈക്രോസോഫ്റ്റുമായി സഹകരിച്ച് ആരംഭിച്ച സ്ത്രീകൾക്കുള്ള AI കരിയർ ആദ്യഘട്ടം നടപ്പാക്കുന്നത് ഏതു തരത്തിൽ? 6 സംസ്ഥാനങ്ങളിലെ 20,000 സ്ത്രീകളെ 30 മികവ് കേന്ദ്രങ്ങളിലൂടെ പരിശീലിപ്പിക്കുന്നു. 2025 ഭീകരാക്രമണം നേരിട്ട കാശ്മീർ പ്രദേശം ഏത്? പഹൽഗാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻ്റർനാഷണൽ ക്രൂയിസ് ടെർമിനൽ എവിടെ? മുംബൈ. 10 ലക്ഷത്തിൽ കൂടുതൽ വിലയുള്ള ആഡംബര വസ്തുക്കൾക്ക് എത്ര TCS ആണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്? 1%. RBIയുടെ ഡെപ്യൂട്ടി ഗവർണറായി പുനഃനിയമിതനായത് ആര്? RB ശങ്കർ. 20 മുതൽ 50 വരെ പ്രായമുള്ള സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിന് കൈനറ്റിക് ഗ്രീനിൻ്റെ പിന്തുണയോടെ മഹാരാഷ്ട്ര ആരംഭിച്ച പദ്ധതി?
പിങ്ക് ഇ-റിക്ഷ ഇനിഷ്യേറ്റീവ്. ഇന്ത്യയിലെ ആദ്യ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഗ്രാമം സ്ഥാപിക്കാനൊരുങ്ങുന്നത് എവിടെ? അമരാവതിയിൽ. ലോക പുസ്തക പകർപ്പവകാശ ദിനം എന്നാണ്? ഏപ്രിൽ 23. പഹൽഗാം ആക്രമണത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും മരവിപ്പിച്ച കരാറുകൾ ഏതെല്ലാം? സിംല കരാർ, സിന്ധു നദീജല കരാർ. ഇന്ത്യയിലെ 107-ാം ദേശീയോദ്യാനം ഏത്? സിംലിപാൽ, സെക്കൻഡ് ഒഡീഷ. എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ പുതിയ ചെയർമാൻ ആര്? നിപുൺ അഗർവാൾ. 2024 ദീനനാഥ് മങ്കേഷ്കർ അവാർഡ് ലഭിച്ചത് ആർക്ക്? കുമാർ മംഗളം ബിർള. 2025 ഏപ്രിലിൽ വ്യോമസേന നടത്തിയ അഭ്യാസ പ്രകടനം. ആക്രമൺ. 2025 ഏപ്രിൽ 25 ലോക മലേറിയ ദിനത്തിൻ്റെ പ്രമേയം എന്ത്? ഇമ്മ്യൂണൈസേഷൻ ഫോർ ആൾ ഈസ് ഹ്യൂമൻലി പോസിബിൾ. ആക്രമണം നടത്താൻ ഉപയോഗിച്ച യുദ്ധവിമാനങ്ങൾ ഏതെല്ലാം? റാഫേൽ, Su-30, MKI എന്നിവ. 2025 ഏപ്രിലിൽ അന്തരിച്ച മുൻ ISRO ചെയർമാൻ ആര്? ഡോക്ടർ കെ കസ്തൂരി രംഗൻ. 5 വർഷങ്ങൾക്ക് ശേഷം പുനരാരംഭിക്കാൻ പോകുന്ന തീർത്ഥാടന യാത്ര ഏത്? കൈലാസ് മാനസരോവർ യാത്ര. കൈലാസ് മാനസരോവർ യാത്ര സാധ്യമാക്കുന്ന ചുരങ്ങൾ ഏതെല്ലാം? ഉത്തരാഖണ്ഡിലെ ലിപുലേഖ് ചുരം, സിക്കിമിലെ നാഥുല ചുരം. ഇവ രണ്ടുമല്ല. ആൻസർ ഇവ രണ്ടും. ഏപ്രിലിൽ അന്തരിച്ച ചരിത്രരചനയിലൂടെ പ്രശസ്തനായ വ്യക്തി. മുട്ടയിൽ ഗോവിന്ദ ശങ്കര നാരായണൻ. യുറേനിയം, പ്ലൂട്ടോണിയം പോലുള്ള ഫിസിൽ വസ്തുക്കളില്ലാതെ ഹൈഡ്രജൻ ബോംബ് പരീക്ഷിച്ച രാജ്യം? ചൈന. ഹീമോഫീലിയയ്ക്കുള്ള ആദ്യ ഹ്യൂമൻ ജീൻ തെറാപ്പി പരീക്ഷിച്ച രാജ്യം ഏത്? ഇന്ത്യ. 2026-27 അധ്യയന വർഷം മുതൽ പ്രീ പ്രൈമറി വിദ്യാഭ്യാസം 3 വർഷമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏത്? കേരളം. ഭിന്നശേഷിക്കാർക്കും ബന്ധപ്പെട്ടവർക്കും തൊഴിലവസരം നൽകുന്ന സംരംഭം ഏത്? ഏബിൾ പോയിന്റ്. ജങ്ക് ഫുഡ് വിൽപ്പന സ്കൂളുകളിൽ നിരോധിച്ച രാജ്യം? മെക്സിക്കോ. 2025 ഭാരത് ഉച്ചകോടിയുടെ ആതിഥേയ സംസ്ഥാനം ഏത്? തെലങ്കാന. 2025 ഏപ്രിലിൽ അന്തരിച്ച സിനിമാ സംവിധായകൻ ആര്? ഷാജി എൻ കരുൺ. ഇന്ത്യയിലെ ആദ്യ ജൈവവൈവിധ്യ സർവകലാശാല സ്ഥാപിക്കപ്പെടുന്ന സംസ്ഥാനമേത്? കേരളം. 2ാം ഏഷ്യൻ യോഗാസന ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി ഏത്? ഡൽഹി. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ടൂർണമെൻറ്റിൽ ഏറ്റവും വേഗത്തിൽ സെഞ്ചുറി നേടിയ 2ാം താരം? വൈഭവ് സൂര്യവംശി. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചത് ആര്? ദ്രൗപദി മുർമു. ഭിന്നശേഷിക്കാരുടെ യാത്രാ സൗകര്യം മെച്ചപ്പെടുത്താൻ പാലക്കാട് റെയിൽവേ ഡിവിഷൻ നടപ്പാക്കിയ പദ്ധതി? സുഗമ്യ. ചന്ദ്രഗിരി പുഴയിൽ അടുത്തിടെ കണ്ടെത്തിയ മത്സ്യം? ലാബിയോ ഉറു. ലാബിയോ ചെഗിഡ ഏതു പുഴയിൽ കണ്ടെത്തിയ മത്സ്യമാണ്? ചാലക്കുടി പുഴ. ISROയ്ക്ക് വേണ്ടി മെഡിക്കൽ ഉപകരണങ്ങൾ വികസിപ്പിക്കാൻ ധാരണാപത്രം ഒപ്പിട്ട സ്ഥാപനം? ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി. ആർമി ഹോസ്പിറ്റലിൽ അവതരിപ്പിച്ച 3D മൈക്രോസ്കോപ്പ്? അഡ്വാൻസ്ഡ് മിനിമലി ഇൻവേസീവ്. ഗ്ലോക്കോമ സർജറിക്ക് ഉപയോഗിക്കുന്ന 3D മൈക്രോസ്കോപ്പ്? അഡ്വാൻസ്ഡ് മിനിമലി ഇൻവേസീവ്. വളർത്തുമൃഗങ്ങളെ വാങ്ങാനും വിൽക്കാനുമായി ഓൺലൈൻ സ്റ്റോർ സജ്ജമാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത്? കേരളം. 1ാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങളുടെ തിരഞ്ഞെടുത്ത ഡയറി കുറിപ്പുകളുടെ സമാഹാരം? കുരുന്നെഴുത്തുകൾ. നഗരസഭകളിലും കോർപ്പറേഷനുകളിലും നടപ്പിലാക്കിയിരുന്ന ഏതു പദ്ധതിയാണ് 2025 ഏപ്രിൽ 10 മുതൽ പഞ്ചായത്തുകളിൽ നടപ്പിലാക്കുന്നത്?
കെ സ്മാർട്ട്. കേരളത്തിലെ ആദ്യ ഹരിത റെയിൽവേ കണ്ണൂർ ജില്ലയിലെ കണ്ണപുരം. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച രക്തബാങ്ക് തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് രക്തബാങ്ക്. 2024 48ാം കേരള ഫിലിം ക്രിട്ടിക് അവാർഡ് നേടിയ മികച്ച നടൻ ആര്? ടൊവിനോ തോമസ്. 2025 ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് നേടിയത്? ഹരിയാന. 2025 ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിൽ കേരളത്തിൻ്റെ സ്ഥാനം 13. പ്രതിരോധ സംവിധാനത്തിൽ ലേസർ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 4ാമത്തെ രാജ്യം. കേരള ആദിവാസികൾക്കിടയിലെ അന്യം നിൽക്കാൻ സാധ്യതയുള്ള കലാരൂപങ്ങൾ കണ്ടെത്തുന്നതിനുള്ള പദ്ധതി ഏത്? ജൻഗൾസ്. എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ മുൻ ചെയർമാൻ കാംബൽ വിൽസൺ. പോഷൻ ട്രാക്കർ ആപ്ലിക്കേഷൻ ഏതു വകുപ്പിൻ്റേതാണ്? വനിതാ ശിശുവികസന വകുപ്പ്. മൊസാംബിക്കിലെ ഏതു തുറമുഖത്താണ് ഇന്ത്യൻ നാവികസേനയുടെ INS സുനൈന നങ്കൂരമിട്ടത്? നകാല. സ്പോർട്സിലെ ഓസ്കാർ എന്നറിയപ്പെടുന്നത്? ലോറസ് വേൾഡ് കായിക അവാർഡ്. ഈ ചോദ്യങ്ങളുടെ വിശദീകരണം വീക്ക്ലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകളായിട്ട് പ്ലേ സ്റ്റോറിൽ ഇട്ടിട്ടുണ്ട്.